കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട IPCയുടെ പുറമറ്റം സഭയിലെ അനുഗ്രഹീതനായ കർത്തൃദാസനോടും കുടുംബത്തോടും ദൈവസഭയോടും സഹശുശ്രൂഷകന്മാരോടും ചേർന്ന് കുടുംബമായി ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ പാസ്റ്റർ അലക്സ് ഓർപ്പിച്ചതുപോലെ ദീർഘവർഷങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ അവസരം കർത്താവ് തന്നിട്ടുണ്ട്. അനുഗ്രഹീതനായ ഒരു കർത്തൃദാസനെ ഈ പുറമറ്റം സഭയ്ക്ക് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം ഇവിടെ വന്നത് കർത്താവിനാലാണ്. പല ചിന്തകളും ആലോചനകളും ഒക്കെ കർത്തൃദാസനോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ മതി. അത് ഇവിടെയുള്ള സഭയോടുള്ള ബന്ധത്തിൽ നല്ല മുന്നേറ്റമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ ചെറുപ്പക്കാരിൽ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനാണ്. ഞാൻ ഇപ്പോഴേ ഏകദേശം 5 വർഷത്തോടടുത്ത് വരുന്നു. പാമ്പാടി സെൻറ്ററിൻ്റെ ശുശ്രൂഷകനാണ്. കഴിഞ്ഞ ഞങ്ങളുടെ 55ാമത് സെൻറ്റർ കൺവെൻഷന് കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ പ്രിയ കർത്തൃദാസനെ ക്ഷണിച്ചു. ആത്മനിയോഗത്തോടെ അഭിഷേകത്തോടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അവിടെ ചെയ്തു. പൊതുരംഗത്ത് ഒരു ശുശ്രൂഷയ്ക്ക് നിർത്തുമ്പോൾ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാത്ത രീതിയിൽ വളരെ കൃത്യതയോടെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന കർത്തൃദാസൻ്റെ ശുശ്രൂഷയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, ഞാൻ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഈ സഭയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഈ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പം ഏതെല്ലാം നിലയിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ പഴയ ഒരു സഭയാണ് കരിമ്പാറ സഭ. ഏറ്റവും നല്ല സഭാ ഹാളും ഏറ്റവും നല്ല പാഴ്സനേജും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കാലയളവിലാണ് ഉണ്ടായത്. ആളുകളെ പ്രോത്സാഹിപ്പിക്കുവാനും സാമ്പത്തികം കണ്ടെത്തുവാനും ആത്മീയമായ രീതിയിൽ സഭയെ രൂപപ്പെടുത്തിയെടുക്കുവാനും കർത്താവ് കൊടുത്ത ആ പ്രത്യേക കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞാൻ പറഞ്ഞത് ഈ സഭയോടുള്ള ബന്ധത്തിലും ചില കാര്യങ്ങളൊക്കെ ദൈവനാമ മഹത്വത്തിനായിട്ട് നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസി പ്രിയ ജിൻസി ഞങ്ങൾ വളരെ സന്തോഷമുള്ള ഒരു കർത്തൃദാസിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു സൗമ്യത എന്ന വാക്ക് എനിക്ക് ആ തലത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുമ്പം നിങ്ങളെല്ലാവരും ആ തലത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു സൗമ്യതയുടെ പ്രതീകമാണ്. കുറഞ്ഞ മാസം കൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി കാണും. കർത്താവിൻ്റെ ദാസി പ്രാർത്ഥനയ്ക്കും ഏതൊരു ശുശ്രൂഷയിലും പിൻപിൽ കാണാമറയത്ത് താല്പര്യമായിട്ട് ജാഗരിക്കുന്ന കർത്തൃദാസിയാണ്. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മകനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പൈതലാണ്, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്.
അവരുടെ ശുശ്രൂഷ ഈ സഭയോടുള്ള ബന്ധത്തിൽ ധന്യമായിട്ട് തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ IPC പാമ്പാടി സെൻറ്റർ വളരെ പഴക്കമുള്ള നമ്മുടെ ഇടയിലെ സെൻറ്ററുകളിൽ എണ്ണപ്പെട്ട ഒരു സെൻറ്ററാണ്. പാസ്റ്റർ PK ചാക്കോയുടെ കാലയളവിൽ രൂപപ്പെട്ട ആ സഭയുടെ സെൻട്രൽ ശുശ്രൂഷകന്മാരായി പാസ്റ്റർ KM ജോസഫ്, പ്രൊഫസർ TC കോശി തുടങ്ങിയവരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ സെൻറ്ററിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. എവിടെയായാലും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കുക എന്നുള്ളതാണ്. പ്രിയ പാസ്റ്റർ ഈ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന കാര്യം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തേക്കുന്നത്. കാരണം എൻ്റെ പിതാവും ഒക്കെ കർത്തൃവേലയിലായിരുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൊട്ടാരക്കര സെൻറ്ററിൻ്റെ പാസ്റ്ററായിരുന്നു എൻ്റെ പിതാവ്. 2011 പിതാവും മാതാവും കർത്തൃസന്നിധിയിൽ 4.5 മാസത്തെ വ്യത്യാസത്തിൽ ചേർക്കപ്പെട്ടു. എൻ്റെ സഹോദരനാണ് പാസ്റ്റർ ഷാജി ഡാനിയൽ. അദ്ദേഹം ഹൂസ്റ്റണിലെ IPC ഹെബ്രോൻ്റെ പാസ്റ്ററായിട്ടൊക്കെ ആയിരുന്നു. ഇപ്പോഴവിടെ തന്നെയുള്ള മറ്റൊരു സഭയുടെ പാസ്റ്ററായിട്ട് ആയിരിക്കുന്നു. അവർ കുടുംബമായിട്ട് അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇളയ എൻ്റെ സഹോദരനും അവിടെയുണ്ട്, ജോലിയുടെ ഭാഗമായിട്ടായിരിക്കുന്നു. കർത്താവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് ഞങ്ങളെ അവിടെ ഇവിടെയായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ദൈവം ചെയ്ത എല്ലാ ഉപകാരത്തിനും ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ആരാധനയുടെ സമയമാണല്ലോ, ദൈവവചനം ചിന്തിക്കേണ്ട സമയമാണ്. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ആ പ്രിയ സഹോദരിയെ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പ്രാരംഭത്തിൽ ഒരു ചെറിയ ദൂത് കൈമാറാം. ആ സഹോദരിയോടുള്ള ബന്ധത്തിലും ഇവിടെ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിലും. നമ്മുടെ കർത്താവ് വരാറായി. ആ സഹോദരി ഒന്ന് കരമുയർത്തി. ആ സഹോദരി ആമേൻ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ് നമ്മൾ പ്രത്യാശയോടെ ജീവിക്കുന്നത്. കർത്താവിനെ കാണുന്നതിന് മുന്നമേ പ്രിയപ്പെട്ട സഹോദരി പുനരുത്ഥാന ശരീരത്തോടെ എഴുന്നേറ്റ് വരുന്ന ഭർത്താവിനെ കാണും. നമ്മൾ സാധാരണ പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് അക്കരെ നാടെത്തിയ വിശുദ്ധന്മാർ, ശരിയാണ്. അവരെ നമ്മൾ അക്കരെ ചെന്നല്ല കാണുന്നത്, ഇക്കരെ നിന്ന് നമ്മൾ കണ്ട് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നത്. ഒന്നും കൂടെ പറയാം, നിങ്ങൾക്കിപ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ടായി കാണും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച്, ഒന്നും കൂടെ ചിന്തിക്കണം, പറയണം, അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ, സംശയം മാറിയോ? ഭാര്യ ഭർത്തൃ ബന്ധമോ അങ്ങനെയുള്ള ബന്ധങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. ഭർത്താവിനെ തിരിച്ചറിയാൻ പറ്റും, ഭർത്താവിനെ ഭാര്യയും തിരിച്ചറിയാൻ പറ്റും. ഈ പുറമറ്റം സഭയോടുള്ള ബന്ധത്തിൽ പറയട്ടെ, നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് മുമ്പേ പോയ പ്രിയപ്പെട്ടവരില്ലേ? നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരി സഹോദരന്മാർ, വേണ്ടപ്പെട്ടവർ പോയില്ലേ? ഒത്തിരി ദുഃഖം നിങ്ങൾക്ക് കിട്ടി. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഒരുമിച്ച് ആ കർത്താവിനെ കാണുന്നത്, നമ്മൾ ഒരുമിച്ച് ആ കർത്താവിനെ കാണുന്നത്. ആ പ്രത്യാശയുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ആ നാളുകളിൽ നാളെ കർത്തൃദാസൻ്റെ നേതൃത്വത്തിൽ ആ യാത്രയപ്പിൻ്റെ ഭാഗമായുള്ള ക്രമിക ഈ ദ്രവത്വമുള്ള ശരീരത്തോടുള്ള ബന്ധത്തിൽ യാത്രയപ്പാണ് നടത്തുന്നത്. ഈ ദ്രവത്വമുള്ള ശരീരത്തിലെല്ലാം നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ അപ്പനെയും നമ്മുടെ അമ്മയെ നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് മുൻപേ പോയവരെ നമ്മൾ കാണുന്നത് ആ ദ്രവത്വമുള്ള ശരീരത്തോടെ. അന്നേരം ഈ ദ്രവത്വമുള്ള ശരീരത്തിൽ കൊടുക്കുന്ന യാത്രയപ്പാണ് നാളെ ഇവിടെ നടക്കുന്നത്. വിഷമമുണ്ടാകും. എന്നാൽ ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളെല്ലാം നാം വിലയിരുത്തുമ്പോൾ ഇനി ഒത്തിരി നാൾ നമ്മളിവിടെ ഇല്ല.
ഇവിടം വിട്ടു പോകാറായി. ഇവിടം വിട്ടു പോകാറായി. നമ്മുടെ കർത്താവ് അന്ത്യകാഹള നാദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മളെല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ആ പ്രത്യാശയുള്ളവർ കരങ്ങളെ ഒന്ന് തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരെ ഒരു സംശയം സ്വാഭാവികമായിട്ടും വരാം. മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഇവിടെ തന്നെ ഉണ്ടോ? ഇല്ല, അവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയി. എന്നാൽ കർത്താവ് വരുമ്പം മേഘത്തിൽ ഇവിടേക്ക് കയറി വരിക എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിൻ്റെ മുൻപിൽ കോടി കോടി നക്ഷത്ര മണ്ഡലങ്ങൾക്ക് അപ്പുറം കർത്താവിൻ്റെ അടുക്കൽ വിശ്രമിക്കുന്ന ഈ ആത്മാക്കൾ നേരെ എവിടെയാണോ അവരെ സംസ്കരിച്ചിരിക്കുന്നത്, എവിടെയാണോ അവരായിരിക്കുന്നത്, അവിടേക്ക് വന്നിട്ട് കണ്ണിമയ്ക്കുന്നതിനിടയിൽ വീണ്ടും ആകാശത്തിലേക്ക് പോകുകയാണ്. ആമേൻ, 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 ആമേൻ. നമ്മൾ അതിനെക്കുറിച്ച് നല്ലതായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ചിന്താഗതികളൊക്കെ മാറ്റം വരും. നിങ്ങൾക്കറിയാമല്ലോ, ഈ ചില ദിവസങ്ങൾക്ക് മുൻപേ നമ്മുടെ ബഹിരാകാശത്തേക്ക് പോയ സുനിത വില്യംസും ബുച്ച് വിൽമോറും 407 കിലോമീറ്റർ താണ്ടാനായിട്ട് ഇവിടെ വരാനായിട്ട് 17 മണിക്കൂർ കൂടുതലായിട്ട്. 1969 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലേക്ക് പോകാൻ സഹപ്രവർത്തകരെടുത്ത സമയം 4 ദിവസമായിരുന്നു. ചന്ദ്രനിലേക്ക് എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് 3,84,400 കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിൽ അവിടേക്ക് പോകാനും തിരിച്ചു വരാനും എടുത്ത സമയം ഒരു ഒറ്റ യാത്രക്കെടുത്തത് 4 ദിവസമായിരുന്നു. 5-ാം ദിവസം ആണ് നീൽ ആംസ്ട്രോങ് തൻ്റെ ഇടതുകാല് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ വെച്ചത്. നമുക്ക് അതിനപ്പുറം പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സൂര്യനിലേക്ക് നമ്മൾ പോകണമെങ്കിൽ 149 മില്യൺ കിലോമീറ്റർ യാത്ര ചെയ്യണം. 1 മില്യൺ എന്ന് പറയുമ്പോൾ 10 ലക്ഷമാണ്. 149 മില്യൺ കിലോമീറ്റർ യാത്ര ചെയ്യണം. നമുക്കവിടെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ ഈ ഭൂമിയോട് അടുത്ത് നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആ നക്ഷത്രം, നമ്മുടെ കൺമുൻ മുമ്പിൽ ചെറിയ നക്ഷത്രമെന്ന് ചിന്തിക്കുന്ന ആ അമ്പാണ്ടൻ നക്ഷത്രത്തിൽ നമ്മൾ എത്തണമെങ്കിൽ 40 ട്രില്യൺ വർഷം എടുക്കേണ്ടി വരും. 40 ട്രില്യൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, 1 ട്രില്യൺ 1,00,000 കോടിയാണ്. 40 ട്രില്യൺ കോടി നമ്മൾ കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൽ പോകാൻ. നമുക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമോ? ഈ ശരീരത്തിൽ പോകാൻ പറ്റുമോ? പറ്റുമോ പാസ്റ്ററെ? പറ്റത്തില്ല. എന്നാൽ കണ്ണിമയ്ക്കുന്നതിനിടയിലെന്ന് പറയുമ്പോൾ ഞാനൊരു മർമ്മം പറയാം. പൗലോസ് പറയുന്നു, ഞാനൊരു മർമ്മം പറയാം. അന്ത്യകാഹളനാദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ പറ്റാത്ത സമയത്തിനുള്ളിൽ, വിഭജിക്കാൻ പറ്റാത്ത നമ്മുടെ മെട്രോ സെക്കൻഡ്, നാനോ സെക്കൻഡ് പറയാൻ പറ്റൂല. സയൻസ് ഇനി ഏതൊക്കെ സെക്കൻഡ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാലും അതിനും അപ്പുറത്തായിട്ട് വിഭജിക്കാൻ പറ്റാത്ത സമയത്തിനുള്ളിൽ നമ്മളെല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ച വിശുദ്ധന്മാർ തേജസ്സിന്റെ ശരീരം പ്രാപിക്കും. ആമേൻ. അങ്ങനെയുള്ള പ്രത്യാശയുടെ നാളെ ഏറ്റവും അടുത്തിരിക്കുകയാണ്. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ മുഖവരിയായിട്ട് ഇത്രയും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ പരമാർത്ഥ മനസ്സൊന്ന് ഉണരാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് അല്പസമയം കർത്താവിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്
നമ്മളെല്ലാവരും ഒത്തിരി വായിച്ചും പറഞ്ഞും കേട്ടുമുള്ള ചില വാക്യങ്ങളാണ്. പത്രോസ് എഴുതിയ 1 ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളും ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം കൂടെയാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. ഇരുപതാം സങ്കീർത്തനം 1-ാം വാക്യം. ആമേൻ. വളരെ പരിചയമുള്ള വചനഭാഗങ്ങളാണ്. നമ്മുടെ ചിന്തകൾ ചില മേഖലകളിൽ തിരുത്താൻ പറ്റിയാൽ നന്നായിരിക്കും. നമ്മൾ ഒക്കെ പലപ്പോഴും പഠിച്ചത് അതാണ് നമ്മുടെ മരണം വരെ നമ്മൾ കൊണ്ടുപോകുന്നത്. മാറ്റം വരുത്തേണ്ട മേഖലകളിൽ മാറ്റം വരുത്താനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായ നിലയിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട തലത്തിലുള്ള ഒരു സന്ദേശമാണ് നൽകിയത്. അത് വന്നപ്പോഴാണ് പ്രധാനമായിട്ടും എനിക്ക് ആ ഒരു വചനഭാഗത്തോടുള്ള ബന്ധത്തിൽ നിന്നാൽ കൊള്ളാം എന്നൊരു ചിന്തയുണ്ടായത്. നിങ്ങളോട് ഞാൻ 2 ചോദ്യം ചോദിക്കുക. ഈ കാലയളവിൽ കഷ്ടതയ്ക്കാണോ പ്രാധാന്യത, വിടുതലിനാണോ പ്രാധാന്യത? പറഞ്ഞേ. പുതിയ നിയമ കാലയളവിൽ കഷ്ടതയ്ക്കാണോ പ്രാധാന്യത, വിടുതലിനാണോ പ്രാധാന്യത? മറുപടിയില്ലേ? ന്യൂജൻ സഭകളോടുള്ള ബന്ധത്തിൽ പറയും വിടുതലിനാ പ്രാധാന്യത എന്ന് പറയും. എന്നാൽ പുറമറ്റം സഭ പറയണം ക്രൂശ് എടുത്ത് തന്നെത്താൻ ത്യജിച്ച്. ഈ കഷ്ടതയോടുള്ള ബന്ധത്തിൽ പറയുന്നത് അത് നൊടി നേരത്തേക്കുള്ള കഷ്ടതയാണ്. യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, സുഖമുണ്ടെന്നല്ല, കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടത എന്നുള്ളത് ദൈവപൈതലിനോടുള്ള ബന്ധത്തിൽ വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. അത് വേണ്ട എന്ന് പറയരുത്. അത് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യതയോടുള്ള ബന്ധത്തിലെ കാര്യങ്ങളിൽ എവിടെയോ പാളിച്ച സംഭവിക്കാൻ സാധ്യതയുണ്ട്. യേശു കർത്താവ് തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇത് പറഞ്ഞിട്ട് കർത്താവ് എങ്ങോട്ടാ പോയെ? ഗെത്സമനയിലേക്ക്. ഇത് പറഞ്ഞിട്ട് കർത്താവ് എങ്ങോട്ടാ പോയ? ഗോൽഗോഥയിലേക്ക്. ഇത് പറഞ്ഞിട്ട് കർത്താവ് എവിടേക്കാ പോയ? അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാനായിട്ട് പോയി. പതിനാലാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിത്യത എന്ന തലത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ മോട്ടിവേറ്റ് ചെയ്യാൻ, അവർ യഥാർത്ഥത്തിൽ അങ്ങനെ ഉള്ള ചിന്താഗതിയേക്കാൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവർ വന്ന് ചോദിച്ചു, നീ ഇസ്രയേലിന് ഈ കാലത്തിലാണോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? ഉടനെ യേശു കർത്താവ് പറഞ്ഞു, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തരായി തീരും,
നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. നിത്യത എന്ന ആ തലത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുക, പക്ഷെ ഞാൻ പോയാൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇരിക്കാൻ കാര്യസ്ഥനെ അയച്ചു തരാം, പരിശുദ്ധാത്മാവിനെ തരാം. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെയും, പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദർശനമുള്ള പുറമറ്റൻ സഭയും, ഒരു കാര്യം ഞാൻ പറയാം, ആമേൻ. കർത്താവ് നമ്മെ അനാഥരായി വിടത്തില്ല. കർത്താവ് നമ്മെ കൈവിടുകയില്ല. കർത്താവ് നമ്മെ ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ തെസ്സലോനിക്ക ലേഖനം പഠിക്കുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഈ ആശ്വസിപ്പിക്കുക എന്ന വാക്കിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് പാരക്ലിത്ത. പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. കഷ്ടത വരുമ്പോൾ, വേദന വരുമ്പോൾ, വേർപാടുണ്ടാകുമ്പോൾ, പ്രതീക്ഷിക്കാത്ത തലത്തിൽ പലതും സംഭവിക്കുമ്പോൾ ആശ്വസിപ്പിക്കേണ്ട പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവിനാൽ അത് ചെയ്യണം. പരിശുദ്ധാത്മാവ് ചെയ്യേണ്ട ശുശ്രൂഷയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഷ്ടതയാണോ വിടുതലാണോ, അത് ദൈവം എന്താണോ വെച്ചിരിക്കുന്നത് അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. കഷ്ടത എന്ന ഒരു പാക്കേജാണത്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും കൈയടിച്ചു പാടണം. ഞാൻ ആ സഹോദരി സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് കേൾക്കാനേ കഴിഞ്ഞുള്ളൂ, കാണാൻ പറ്റിയില്ല. സാധാരണ ഇന്ന് എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഇല്ലേ? ബുദ്ധിമുട്ടുണ്ട്. എന്താ എഴുന്നേറ്റൊരു വാക്ക് സാക്ഷ്യം പറഞ്ഞത്? പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്. ആമേൻ. നമ്മുടെ പ്രത്യാശനപ്പുറത്തുള്ള, ഇവിടെയുള്ള തലങ്ങളിലല്ല, ഇതിനപ്പുറത്തായിട്ടുള്ള ഒരു അനുഗ്രഹത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ മനസ്സ് ഒന്ന് ഉയർത്താനൊക്കെ ഇച്ചിരി പാടുവരും. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്, പക്ഷെ മനസ്സൊന്ന് ഉയർത്തി പ്രാർത്ഥിക്കാൻ കുറച്ച് പാടാ. കാരണം അങ്ങോട്ട് ഉയർത്തുമ്പോൾ ഇങ്ങോട്ടൊരു വലിയ പിടുത്തമാണ്. ഈ ഭൂമിയുടെ ആകർഷണ വലയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കറിയാമല്ലോ, മുകളിൽ ഇപ്പം അതിൻ്റെ ബന്ധം വിട്ടാൽ താഴെ വീഴും. നമ്മൾ ഒരു ബോൾ മേളിലോട്ടിട്ടാൽ താഴോട്ട് വരും. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നതിൻ്റെ കാര്യം എന്നാ? ഈ ഭൂമി ആകർഷിക്കുന്നുണ്ടാണ്. ഇതുപോലെയാണ് നമ്മൾ ഈ മനസ്സ് ഒന്ന് ഉയർത്താൻ കുറച്ച് പാടാം. അതിന് നല്ല ശക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. നമ്മുടെ ശക്തി കൊണ്ട് മനസ്സിനെ ഉയർത്താൻ പറ്റൂല. നമ്മുടെ ശക്തി കൊണ്ട് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നോക്കിയാൽ ഒരു നിശ്ചിത ലെവല് മാത്രമേ ഉയർത്താൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എനിക്കൊരു 100 കിലോ ഉയർത്തണമെന്ന് താല്പര്യമുണ്ട്. എൻ്റെ തലയ്ക്ക് മീതെ എനിക്ക് 100 കിലോ ഉയർത്താൻ പറ്റത്തില്ല. കാരണം ഈ ഭൂമി അതുപോലെ പുറകോട്ട് പിടിക്കുന്നുണ്ട്, താഴേക്ക് പിടിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പൈതലെ പറയാൻ എളുപ്പമാണ്. മനസ്സ് വളരെ ഭാരപ്പെടുമ്പം എങ്ങനെയാ മുൻപോട്ട് പോകുന്നത് എന്ന്, അടുത്ത ചുവട് എങ്ങനെയാണെന്ന് ഭാരപ്പെടുന്ന സമയം തലയ്ക്ക് മീതെയല്ല, അതിൻ്റെ താഴെ പോലും ഒന്ന് പൊക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് അത് പൊക്കാനുള്ള കൃപ തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്.
ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ തട്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കഷ്ടത എന്നുള്ളത് നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയിൽ ആ പാക്കേജിനകത്ത് വിടുതൽ, ആ കഷ്ടതയിൽ നിന്നുള്ള വിടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ നീ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ആ പാക്കേജിനകത്ത് എൻ്റെ ക്രൂശ് എടുത്ത്, എൻ്റെ ആ പിൻപേ കർത്താവിനോടൊരുമിച്ച് അവനോന് ദൈവം വെച്ചിരിക്കുന്ന ക്രൂശ് എടുത്ത്, ആ കഷ്ടത എടുത്ത് കർത്താവിൻ്റെ പിൻപേ യാത്ര ചെയ്യാനാണ് ദൈവം പറയുന്നതെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യണം. നമ്മുടെ ഇവിടെയുള്ള ഇന്ന് നിത്യതയിൽ ശ്രമിക്കുന്ന നമ്മുടെ അന്നമ്മ മാമൻ അമ്മച്ചിയില്ലേ, പാടി ഞെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും ഞെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാൽ ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലം ആയെന്നാലും ദേഹി ദുഃഖത്താൽ എല്ലാം പ്രതികൂലം ആയെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ഒരു സമർപ്പണത്തോടെ പറയാൻ പറ്റുമോ? ഞെരുക്കത്തിന്റെ അപ്പം ഞാൻ തിന്നാലും കഷ്ടതയുടെ കണ്ണുനീർ ഞാൻ കുടിക്കേണ്ടി വന്നാലും എൻ്റെ ദേഹവും ദേഹിയൊക്കെ ദുഃഖത്താൽ ക്ഷയിക്കേണ്ടി വന്നാലും എല്ലാം പ്രതികൂലമായാലും ഞാൻ ക്രൂശിനെ നോക്കി യാത്ര ചെയ്യാം. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. പത്രോസ്ലീഹ ആസിയിലും കപ്പദോക്യയിലും ബിദുന്യയിലും ഗലാത്യയിലും ഒക്കെ ചിതറിപ്പാർക്കുന്ന ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് കർത്തൃ സന്നിധിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്, അന്ത്യകാലത്തെങ്കിൽ നിങ്ങൾ ഇന്നുള്ള കഷ്ടത അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ആമേൻ. അതിന്റെ 8-ാം വാക്യം, 1-ന്റെ 8-ാം വാക്യം, ഇതിൽ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ, ബാക്കി എന്നാ, നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. എന്തിനാ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നേ? എന്തിനാ വീണ്ടും ജനിപ്പിച്ച? സഹോദരിമാര് പറഞ്ഞേ. സഹോദരിമാരാ കൂടുതൽ ഈ ടെൻഷനുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഒത്തിരി കരഞ്ഞ്, ആണുങ്ങളും കരയും, എന്നാൽ പെട്ടെന്ന് വിഷമം വരുന്നവരാണ്. നിങ്ങൾ ഭാരപ്പെടണ്ട. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സഹോദരന്മാരെ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ ശമൂൽ പാസ്റ്ററെ ആ അവകാശത്തിനായി ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇതിൽ അല്പ നേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ഇതിൻ്റെ 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം എല്ലാം കഷ്ടതയുടെ കാര്യമാണ്. എല്ലാം കഷ്ടതയുടെ കാര്യമാണ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പം തുടക്കം അത് തന്നെ. എന്നിട്ട്
ഇങ്ങനെ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുന്ന കാര്യമൊക്കെയാണ് പറയുന്നത്. അത് പറഞ്ഞു വരുമ്പം 6-7 വാക്യങ്ങൾ അത് മാത്രം അടർത്തിയെടുത്ത് പ്രോസ്പെരിറ്റിയുടെ വക്താക്കളായി നിൽക്കുന്ന ന്യൂജൻ സഭകൾ നമ്മുടെ ഇടയിൽ കൂണുപോലെ മുളച്ചു വരുന്ന ഈ കാലയളവിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആമേൻ, ആമേൻ, ആമേൻ. തികച്ചും വ്യത്യസ്തമായി ആത്മീക ദർശനത്തോടെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ കൃപ ലഭിച്ച ഇവിടെയുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അതുകൊണ്ട് തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തും. എങ്ങനെ ഉയർത്തും? ഇവിടെ നിന്ന് മുമ്പോട്ട് മേപ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാ, താഴോട്ടേ പിടിക്കത്തുള്ളൂ. ഭൂമിയുടെ ആകർഷണ വല ആ തലത്തിലാണ്. ഇത് ഈ ബഹിരാകാശത്തേക്ക് നമ്മൾ ചെന്നാൽ നമ്മുടെ ഈ ബുച്ച് വിൽമോറും ഒക്കെ പോയ പേടകം ഓരോ മണിക്കൂറിൽ പെർ അവറിൽ 28,000 കിലോമീറ്റർ സ്പീഡിലാണ് കറങ്ങുന്നത്. 1.5 മണിക്കൂർ കൊണ്ട് ആ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നേ. എന്നാൽ ഈ ആകർഷണ വലയത്തിൽ നിന്ന് മുകളിലോട്ട് പോകാൻ ഇച്ചിരി പാടാം. ഈ ആകർഷണ വലയത്തിൽ നിന്ന് മുകളിലോട്ട് പോകാൻ ഇച്ചിരി പാടാ. എന്നാൽ കർത്താവ് പറയുന്നു, ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, പത്രോസ് പറയുക, ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ ആ തക്ക സമയത്ത് നിങ്ങൾ ചിന്തിക്കാത്ത നിലയിൽ പുനരുത്ഥാന ശരീരത്തോടെ, രൂപാന്തരപ്പെട്ട ശരീരത്തോടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. എന്താ കരുതുന്നേ? കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ, ഞാൻ നിങ്ങൾക്ക് വീടൊരുക്കാൻ പോയിരിക്കുന്നു. ആ വീടിൻ്റെയൊക്കെ മഹത്വം എന്താ? എൻ പ്രിയൻ പാർപ്പിടം മനോഹരാകർമ്മ്യം, എൻ പ്രിയൻ പാർപ്പിടം മനോഹരാകർമ്മ്യം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം, മുത്തുകളാൽ നിർമ്മിതമാം 12. പ്രത്യാശയോടൊന്ന് പാടിയേ. കണ്ടാനം നിച്ചിടാം, നിത്യമായി വാണിടാം, കണ്ടാനം നിച്ചിടാം, നിത്യമായി വാണിടാം. എന്നാത്മാവ് വാഞ്ചിക്കുന്നേ ഞാൻ ചേരുമോ, ഓ എന്നാത്മാവ് വാഞ്ചിക്കുന്നേ ഞാൻ ചേരുമോ. എത്ര പ്രത്യാശയോടാണ് നമ്മൾ ജീവിക്കണ്ടേ? ഇവിടുത്തെ 2 നില കെട്ടിടവും ഇവിടുത്തെ വാഹനങ്ങളും ഇവിടുത്തെ എസ്റ്റേറ്റുമാണോ തമ്പുരാൻ തന്നെങ്കിൽ സന്തോഷത്തോടെ വാങ്ങിച്ചോ. ഇതിനൊന്നിനുമല്ല പ്രാധാന്യത. മുത്തുമയമായി വിളങ്ങുന്ന പട്ടണം, അവിടെ ആരാ കിടക്കുന്നേ? പാവനമാം പട്ടണത്തിൽ ആര് കടന്നിടും? പാപമറ്റ ജീവിതം നയിക്കുന്നവരല്ല, നീതിയായി നടന്ന നേർ പറഞ്ഞ് പാതിവൃത്യമുള്ള മണവാട്ടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാ തുറന്ന കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. പാതിവൃത്യമുള്ള മണവാട്ടി. യേശുവിന്റെ രക്തത്താലെ ദേഹം, യേശുവിന്റെ രക്തത്താലെ ദേഹം, യേശുവിന്റെ രക്തത്താലെ ദേഹം, യേശുവിന്റെ രക്തം ദേഹം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ഇവിടത്തെ ഈ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന് വേണ്ടി എനിക്ക് കർത്താവിൻ്റെ കൊണ്ട് കർത്താവ് തന്നിട്ടുണ്ട്. അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പറമ്പിൽ അന്ന് എൻ്റെ വിശപ്പ് മാറ്റിയ, ഞാൻ 7ാം ക്ലാസ്സിലും 6ലും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ മറ്റൊരു തലത്തിൽ നിന്നൊക്കെ വിശ്വാസാനുഭവത്തിലേക്ക് വന്നതുകൊണ്ടും
പണ്ടത്തെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ 6 മക്കളാണ്. അപ്പച്ചനും അമ്മച്ചിയും അങ്ങനെ 8 പേരാണ്. ഒരു സഭയിലേക്ക് പോയാൽ 2 കുടുംബം ഒക്കെ ഉള്ള സഭ ഞങ്ങൾ എൻ്റെ ആ പ്രായത്തിൽ 2 കുടുംബമുള്ള സഭയിലേക്കാണ് പോയത്. പന്നിവിഴ എന്ന് പറയും, അടൂര് പന്നിവിഴ. ആ ഒരാൾ റെഡിമെയ്ഡ് തയ്യൽ ഉള്ള ആളാണ്, അദ്ദേഹത്തിനും ഉണ്ട് 7 മക്കൾ. വേറൊരാൾ റബ്ബർ വെട്ടുകാരനുണ്ട്, അദ്ദേഹത്തിനും ഉണ്ട് 6 മക്കൾ. അവിടെയാണ് അപ്പച്ചൻ 6 മക്കളെയും കൊണ്ടും അപ്പച്ചനും അമ്മച്ചും കൂടെ പോയത്. അന്ന് പലപ്പോഴും വിശപ്പ് മാറ്റിയിട്ടുള്ളത് ആഞ്ഞിലിച്ചക്കയും കശുമാവും മാങ്ങയും ചക്കയൊക്കെയാണ്. ഞാൻ എൻ്റെ പറമ്പിൽ ഇതെല്ലാം വെച്ചിട്ടുണ്ട്, ഇതെല്ലാം കായ്ക്കുന്നുണ്ട്. വിശപ്പ് മാറ്റാനല്ല, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാൻ. നമ്മുടെ തലമുറകൾക്ക് അറിയത്തില്ല. അവർക്ക് ആശുവിനിട്ട് കിലോ കണക്കിന് വാങ്ങി കഴിക്കാറേ ഉള്ളൂ. ഇതെങ്ങനെയാണെന്ന് അവർക്ക് അറിയത്തില്ല. എൻ്റെ തലമുറയ്ക്കും കൂടെ പാഠമാക്കാൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും. നമ്മുടെ ദർശനം ഇവിടത്തേക്കാകല്ലേ. ഇവിടുത്തെ മെറ്റീരിയലായിട്ടുള്ള ബ്ലെസ്സിങ്ങിൽ നിത്യത നഷ്ടപ്പെടുത്തി ദർശനമാക്കരുത്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അധികം താമസിയാതെ എത്തിപ്പെടും. അധികം താമസിയാതെ നമ്മൾ എത്തിപ്പെടും. നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവ് വരാറായി. തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ നമ്മുടെ കർത്താവ് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകാൻ പോകുകയാണ്. പുറമറ്റം സഭയിലുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവ് തരുന്ന സന്തോഷം സന്തോഷത്തോടെ സ്വീകരിച്ചു. ദൈവനാമ മഹത്വമായിരിക്കണം. നമുക്കൊരു വീട് കിട്ടിയാൽ ദൈവനാമ മഹത്വമായിരിക്കണം. നമുക്ക് മറ്റെന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ ദൈവനാമ മഹത്വമായിരിക്കണം. നമുക്ക് നല്ല നല്ല വാഹനങ്ങളുണ്ടെങ്കിൽ ദൈവനാമ മഹത്വമായിരിക്കണം. നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങളൊക്കെ ദൈവനാമ മഹത്വത്തിനായിരിക്കണം. കർത്താവ് എന്തെങ്കിലും പരിപാടി നമുക്ക് ചെയ്താൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് ചെലവഴിക്കാം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് ചെലവഴിക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഏതൊക്കെ തലത്തിൽ നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ തലത്തിലേക്ക് ഒരു വലിയ സമർപ്പണം എടുത്ത് നാം ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടണം. 20-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചു, യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരം വരലുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ. ദൈവം നമ്മെ, അത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. യാക്കോബ് എല്ലാം 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 വിട്ട് ഓടിപ്പോകുന്ന പശ്ചാത്തലത്തിൽ എന്താ സംഭവിച്ചേ? അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള സ്പീഡിലാണ് ഓടുന്നേ. പക്ഷെ അമ്മാച്ചൻ്റെ വീട്ടിലെത്തുന്നില്ല. അതിനു മുമ്പ് സൂര്യൻ അസ്തമിച്ചു, എല്ലാം ഇരുളായി മാറി. ഇനി ഒരു പ്രഭാതം കാണുമെന്നുള്ള പ്രതീക്ഷയില്ല. കിടന്ന ഒരു കല്ലെടുത്ത് തലയണയായിട്ട് വെച്ചു. ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് തമ്പുരാൻ എന്താ ചെയ്തേ? ഒരു കോവേണി ഇറക്കി കൊടുത്തു. സ്വർഗത്തിൽ നിന്നൊരു കോവേണി ഇറക്കി കൊടുത്തിട്ട് അതിൽ കൂടെ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യാം. ദൂതന്മാർ ഇറങ്ങുന്ന കാഴ്ചയല്ല ആദ്യം കാണുന്നത്, കയറുന്ന കാഴ്ചയാ. ദൈവത്തിൻ്റെ പൈതലേ, നിന്നെ കർത്താവ് ഈ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, നീ ഒരു വാഗ്ദത്ത സന്തതിയാണെങ്കിൽ, നിന്നോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ പരിപാടി അത് നിറവേറേണ്ട സമയത്ത് നിറവേറുക തന്നെ ചെയ്യും. നിറവേറേണ്ട സമയത്ത് നിറവേറുക തന്നെ ചെയ്യും. ഈ ദൂതന്മാർ കയറുകയാ. അതിൻ്റെ ഒരറ്റം അറ്റത്ത് നിൽക്കുക. ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ്, ഞാൻ ഇസഹാക്കിന്റെ ദൈവമാണ്. നീ അവിടം വരെ കയറണം. ഇവിടെ മാത്രം ചവിട്ടി നിൽക്കരുത്, അവിടം വരെ കയറണം. ഈ കോവേണ്ടി നമുക്കറിയാം, പടിപടിയായിട്ട് ഒരു പടി ഒരു കുഴി, ഒരു പടി ഒരു കുഴി. കുഴിയുണ്ടെന്ന് വിചാരിച്ച് നീ പടി ചവിട്ടാതിരിക്കരുത്. നോക്കി സൂക്ഷ്മതയോടെ
ഈ പടികൾ ചവിട്ടണം. കുഴി ഒരു വിഷയമല്ല. നിന്നെ കാപ്പാൻ ദൂതന്മാരുണ്ട്. നിന്റെ കാല് വഴുതാതിരിക്കാൻ ദൂതന്മാരുണ്ട്. ദർശനത്തിന് വലിപ്പം ഉണ്ടാകട്ടെ. ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ, കുഴിയുടെ വലിപ്പവും അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളും നോക്കാതെ പടിയായിട്ട് കയറുക. ഇത് സ്വർഗത്തിലെത്തിക്കുന്ന പടിയായത്, സ്വർഗത്തിലെത്തിക്കുന്ന കോവേണിയായത്. അതുകൊണ്ട് ദർശനത്തിന് മങ്ങലേൽപ്പിക്കാതെ അനുഗ്രഹിക്കപ്പെട്ട തലങ്ങളിൽ നമ്മുടെ ജീവിതയാത്ര നടത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ കണ്ടന്റ് ഇതാണ്, പ്രധാന കണ്ടന്റ്. ഒന്ന്, കഷ്ടത അല്ല എന്ന് നിങ്ങൾ പറയരുത്. അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവനെൻ്റെ നാമത്തെ അറിയിയാൽ നിറയെ പലർക്കും വിടുതൽ ഉയർച്ച വേണ്ടേ. പറ്റിയിരിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യത. ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യത. രൂത്തിനോട് നിങ്ങൾ ചോദിച്ച രൂത്ത് പറയും എല്ലാം തീർന്നു, ഭർത്താവ് എല്ലാം പോയി. അമ്മായിമ്മയുടെ അടുത്ത് പറയാ, നിന്നെ വിട്ട് പിരിയാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാൻ പോകും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, നിന്റെ ദൈവം. ഇതാണ് വിഷയം. ആ ഒരു ദർശനം നമുക്കുണ്ടാകണം. പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥിതി കഷ്ടത സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് വേർപാടായാലും സാമ്പത്തിക ബുദ്ധിമുട്ടായാലും മറ്റുള്ള തലങ്ങളായാലും യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവയുടെ നാമം അതെന്തായാലും ഒന്ന് കര ഉയർത്തി ഒന്ന് പറഞ്ഞേ, ഒന്ന് കര ഉയർത്തി ഒന്ന് പറഞ്ഞേ. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പഴയ നിയമ വിശുദ്ധന്മാരാണ് അതൊക്കെ പറഞ്ഞതെങ്കിലും പുതിയ നിയമത്തിൽ ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ആകിയാൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ച് വരുന്നവരും ആകുവീൻ. വിടുതൽ ദൈവം തരുന്നെങ്കിൽ തരട്ടെ. വിടുതലിനല്ല പ്രാധാന്യത, ദൈവം നൽകിയിരിക്കുന്ന കഷ്ടതയ്ക്കാണ്. അത് സന്തോഷത്തോടെ നമുക്ക് സഹിക്കാം. എനിക്ക് സമയം അനുവദിച്ചു തന്ന പ്രിയ പാസ്റ്ററോട് എനിക്കറിയാം, പ്രിയ പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ ചിട്ടയായിട്ട് അദ്ദേഹം ഇരുന്ന സഭകളിലെല്ലാം ദൈവമക്കൾ വചനത്തിൽ സന്തോഷമുള്ളവരായി തീർന്നിട്ടുണ്ട്. വചനം സന്തോഷത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ കൃത്യതയോടുകൂടെ വചനം പഠിപ്പിക്കാൻ, വചനം പറയാൻ. ഞാൻ മുമ്പേ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുക, ശുശ്രൂഷയ്ക്ക് ഒരു പൊതുസ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് ലജ്ജിക്കേണ്ട വന്നിട്ടില്ല. നിങ്ങൾക്കങ്ങനെ സംഭവിക്കത്തില്ല. ആമേൻ, ആമേൻ. കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് ബോധ്യപ്പെട്ട് കാണുമല്ലോ. കര ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരിക്കൽ കൂടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.